നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ജനുവരി 24-നായിരുന്നു മലയാളികളുടെ പ്രിയ നടി സ്വാസിക വിജയും പ്രേം ജേക്കബും വിവാഹിതരായത്. തിരുവനന്തപുരത്ത് വെച്ച് ബീച്ച് വെഡിംഗ് ആയിരുന്നു ഇവർ തിരഞ്ഞെടുത്തത്. തുടർന്ന് റിസപ്ഷനും നടന്നു. സിനിമാ മേഖലയിലെയും സീരിയൽ മേഖലയിലെയും പ്രമുഖരാണ് ചടങ്ങിന് പങ്കെടുത്തത്. റിസപ്ഷനിൽ സംസാരിച്ച സുരേഷ് ഗോപി ഒരു വിവാഹം നടത്തിയതിന്റെ ക്ഷീണം തനിക്ക് മാറിയിട്ടില്ല എന്ന്, ആർത്തു വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ശബ്ദമില്ല എന്നും പറഞ്ഞാണ് പ്രസംഗം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനൊരു കല്യാണം നടത്തിയതിന്റെ ക്ഷീണത്തിൽ മുങ്ങി നിൽക്കുകയാണ്, ശബ്ദം പോലും പോയിരിക്കുകയാണ്, ആർപ്പ് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തൊണ്ടയ്ക്ക് സുഖമില്ല. ദൈവം തന്ന ദാനം മനം കുളിർക്കി അനുഭവിച്ച ഒരു അച്ഛനായിട്ടാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത്. സ്വാസികയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. എന്നെ ചേട്ടാ എന്നാണ് സ്വാസിക വിളിക്കുന്നത്. എങ്കിലും പ്രായം നിഷ്കർഷിക്കുന്നതല്ലെങ്കിലും പെൺകുട്ടികളെ കാണുമ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് വളരെ സേഫാണ്. ചില ആളുകളൊക്കെ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ സേഫ് ഇതാണ്. തോളത്ത് കൈവച്ചപ്പോഴും ഞാൻ അതാണ് ആലോചിച്ചത്. ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. അതുപോലെ ആരോഗ്യപൂർണരായ നല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ ആ കുഞ്ഞുങ്ങളെ ആവശ്യം സമൂഹത്തിനാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത് എന്നാണ് ഇരുവർക്കും ആശംസകൾ നേർന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ കാലിൽ വീണ് സ്വാസിക അനുഗ്രഹം വാങ്ങി. വിവാഹവേദിയിൽ സംസാരിച്ച ശീലമില്ലാത്തതിനാൽ രണ്ടുപേർക്കും ആശംസകൾ നേരുന്നുവെന്ന് പറഞ്ഞാണ് ദിലീപ് മടങ്ങിയത്. മൂവാറ്റുപുഴ സ്വദേശിയാണ് സ്വാസിക. പൂജ വിജയ് എന്നാണ് ശരിയായ പേര്. സീരിയലിലൂടെ ശ്രദ്ധേയയായ സ്വാസിക ഇപ്പോൾ സിനിമയിൽ സജീവമാണ്. മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം. 2009 വൈഗൈ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് സ്വാസിക സിനിമാ രംഗത്തെത്തുന്നത്. 2010 ഫിഡിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലും എത്തി. സീത എന്ന സീരിയലാണ് സ്വാസികയ്ക്ക് വഴിത്തിരിവായത്. ദത്തുപുത്രി, സീത എന്ന സീരിയലുകൾ സ്വാസികയ്ക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുത്തിരുന്നു. തമിഴ് ചിത്രമായ ഗോരി പാളയം എന്ന ചിത്രത്തിൽ നായികയായി. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ താരം പ്രവർത്തിച്ചു. പ്രഭുവിന്റെ മക്കൾ, കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ, പൊറിഞ്ചുമറിയൻ ജോസ്, ചതുരം എന്നീ സിനിമയിൽ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. പ്രേം നിരവധി പരസ്യ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സീരിയലുകളിൽ താരം പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം. ഇരുവരും മനം പോലെ മംഗല്യം എന്ന സീരിയലിലാണ് ഒരുമിച്ച് പ്രവർത്തിച്ചത്. പ്രണയം പരസ്യപ്പെടുത്തുന്നതിന് മുമ്പും പലതവണ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സ്വാസികയും പ്രേമും പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹ വാർത്ത സത്യമാണോ കള്ളമാണോ എന്ന ആശങ്കയിലായിരുന്നു തുടക്കത്തിൽ ആരാധകർ. ബിസിനസിനൊപ്പം അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ് സ്വാസികയുടെ വരൻ പ്രേം ജേക്കബ്. അതേസമയം സ്വാസിക നായികയായ വിവേകാനന്ദൻ വൈറലാണെന്ന ചിത്രം കഴിഞ്ഞ ആഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്നത് അറിയില്ലെന്ന് സ്വാസിക പറഞ്ഞിരുന്നു. സിനിമ എന്ന മേഖലയെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ടാകും എനിക്ക് ഇത്രയും കണക്റ്റഡ് ആയത്. പ്രേം ഡോമിനേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാണ്. എൻ്റെ ആഗ്രഹം അതായിരുന്നു. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരാൾ അങ്ങനെ ആകണമെന്നില്ല. പ്രേം ഓവർ ഫ്രീഡം തരുന്ന ആളാണ്. വേണ്ട വേണ്ട എന്ന് പറയുന്നതെല്ലാം നമ്മളിലേക്ക് വരുന്ന പോലെയാണെന്നും നടി പറഞ്ഞത്.